നമസ്കാരം. കഥാമജ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഥാമജ്ലിസിൽ വായിക്കാൻ പോകുന്ന രചന ദീപാരാജിൻ്റെതാണ്. ബാല്യകാലം. വികൃതിക്ക് അറുതിയില്ലാത്ത എൻ്റെ ബാല്യം. അമ്മ വീട്ടിൽ ഗംഗയും അച്ഛൻ വീട്ടിൽ നാഗവല്ലിയും. സീമന്തപുത്രി. ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കിയ അമ്മൂമ്മ. മുറുക്കാനിടിച്ചു കൊടുത്തും മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ നിഴൽ നാടകം കളിച്ചും പാട്ടുപാടിയും സഭയെ ആനന്ദിപ്പിച്ച എൻ്റെ കുട്ടിക്കാലം. തെങ്ങിൻ കാമ്പിന് എന്തു മധുരമെന്ന് സഖി മുർസിദ. പറ്റിൽ നിന്നൊരു വാക്യം അന്നും ഇന്നും നിഘണ്ടുവിലില്ലാത്ത ഞാൻ. 6 പേർക്കും മധുര കൽക്കണ്ട മാവോളം പകർന്നു. അയൽവീട്ടിലെ തെങ്ങ് 25 5 നിമിഷം കൊണ്ട് 6 പേരും തകർത്തച്ഛൻ്റെ മാസശമ്പളം കാലിയാക്കി. നിന്റെ പെണ്ണിനോളം ശല്യമുള്ള മൃഗം നാട്ടിലില്ലെന്ന് നാട്ടുകാർ. വെള്ളരിയും മധുരക്കിഴങ്ങും കണ്ടത്തിൽ ആറാടി. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നോതിയ തങ്കച്ചിയെയും കൂട്ടരെയും കള്ളക്കുഴിയിൽ വീഴ്ത്തി ഗൂഢമായി ആനന്ദിച്ചു. ഗതിയില്ലാതെ അച്ഛനും വീട്ടുകാരും കെട്ടിപ്പുണർന്ന് യാത്രാമൊഴിയേകി. ഇനി അമ്മ വീട്. ദുബായ് മണമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമുള്ള അച്ചടക്കത്തിൻ്റെയും നിയന്ത്രണങ്ങളുടെയും കാരാഗ്രഹം. 6 വർഷങ്ങൾ 60 വർഷങ്ങളുടെ ഓർമ്മകളേകി. ഞാൻ നേരെയായി. അവധി ദിനങ്ങൾ മാത്രം സ്വർഗതുല്യം. ഈ പെണ്ണിന് അവധി കിട്ടല്ലേ എന്നെൻ്റെ അച്ഛൻ്റെ നാട്ടുകാർ. അമ്മ വീട്ടിൽ എല്ലാവരും ചത്തുതുലയാൻ പ്രാർത്ഥിച്ച എൻ്റെ ആ മനസ്സെന്ത് ദുഷിച്ചതെന്ന് എനിക്കറിയാം. എങ്കിലും വിലയേറിയ ബാല്യമേ, നീ എൻ്റെ സ്മൃതികളിലെന്നും ഭദ്രം. നന്ദി. രചന കേട്ടിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കണം. താങ്ക് യു.